സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. റോഡിലെ തർക്കത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. മേയർക്കും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഡ്രൈവർ യദു കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്ന് പോലീസിന്റെ നിലപാട്. മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് TDF കെഎസ്ആർടിസി ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് നഗരസഭാ കവാടത്തിലേക്കും മാർച്ച് നടത്തി. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അധികാരത്തിന്റെ അഹങ്കാരമാണ് അതിന്റെ ഈ മേയർ കാണിച്ചതെന്ന്. കാരണം ഒരു നട റൂട്ടില് ബസ്സിന് കുറുകെ കാറിട്ട് തടയുന്നു, ബസ് തടയുന്നു, സാധാരണക്കാരായ യാത്രക്കാരെ ഇറക്കി വിടുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ ഡ്രൈവർക്കെതിരെ മാത്രം നടപടി, കൃത്യമായ തെളിവുണ്ടായിട്ടും മേയറെയും MLAയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണോ ഡ്രൈവർ കോടതിയിലേക്ക് നീങ്ങുന്നത്? ഡാൻ, ടോമ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എടുത്തു ചാടി അത്തരം ഒരു നടപടി വേണ്ട, അത് വിവാദങ്ങളിലേക്ക് വഴിവെക്കുമെന്ന കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് മേയർക്കെതിരെയും മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെതിരെയും എടുത്തടിച്ച് ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ KSRTC ബസ്സിന് കുറുകെ ഇവർ സഞ്ചരിച്ചിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന വാഹനം സീബ്ര ലൈനിൽ നിർത്തി ഈ ഡ്രൈവർ യദുവുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാനിടയായ സാഹചര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അവിടെ ഈ യദു നൽകിയിരിക്കുന്ന പരാതിയിൽ മേയറുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പെരുമാറ്റമുണ്ടായി, യാത്രാ തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം അത്തരമൊരു സാഹചര്യത്തിൽ യദുവുമായി നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല ആര്യയ്ക്കും സച്ചിൻ ദേവിനും. അത്തരത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല പരിശോധനകളിൽ എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം, അതായത് ഈ മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആണ് യദു വാഹനം ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാകാം മേയറുടെ വാഹനം അതിൽ രോഷം പൂണ്ട് ഈ സീബ്ര ക്രോസിംഗിൽ നിർത്തിയിട്ട് ഇവരുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു നടപടി മേയർക്കെതിരെ കേസെടുക്കാൻ. പോലീസിന്റെ ആ ഒരു ന്യായീകരണം, ആ നിലപാട് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്, ഇപ്പൊ നമ്മൾ ആരെങ്കിലുമാണ് ഇതുപോലെ KSRTC ബസ് ഇതേ രീതിയിൽ മോശമായി ഒരു ഡ്രൈവർ പെരുമാറിയതിന് പേരിൽ തടയുന്നതെങ്കിൽ പോലീസ് ഈ രീതിയിലുള്ള നടപടി ആയിരിക്കുമോ സ്വീകരിക്കുക? അത് ആർക്കാണ്? നിയമം എല്ലാവർക്കും ബാധകമാണ്. പോലീസ് ഈ രീതിയിൽ പോലീസിന് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോൾ തിരിച്ചടി കിട്ടില്ലേ? ഡാൻ, തന്നെയാണ് ടോം ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായി അധികാര സ്ഥാനത്തുള്ള ഒരാളാണ് മേയർ. അതുകൊണ്ട് തന്നെ അവരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ അപമര്യാദയായി ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഡ്രൈവ് ചെയ്ത ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ നടപടിയെടുക്കാൻ കൃത്യമായി നിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നഗരസഭയുടെ മേയർ എന്ന പദവി. സ്വാഭാവികമായി അത്തരത്തിൽ ഒരു വഴി സ്വീകരിക്കാതെ പെട്ടെന്ന് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ പദവിക്ക് നിരക്കാത്ത തരത്തിലാണ് മേയർ പെരുമാറിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു സംഭവത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യമാണ് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നത്. വാഹനം നിർത്തി എന്ന കാര്യം, അതായത് വാഹനം ക്രോസ് ചെയ്ത് സീബ്ര ക്രോസിംഗിൽ നിർത്തിയിട്ടു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ മേയറുമായി നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു. മേയർ വ്യക്തമാക്കുന്നത് അതിന് താൻ പിഴയടയ്ക്കാൻ തയ്യാറാണ്. ഇന്നലെ തന്നെ അക്കാര്യം അറിയിച്ചതാണ്. അത് വലിയൊരു തെറ്റാണ് താൻ ചെയ്തതെങ്കിൽ അതിനവർ പറയുന്ന എന്ത് പിഴയും അടയ്ക്കാൻ താൻ സന്നദ്ധയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. താൻ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്ന നിലപാടിൽ ആര്യ രാജേന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ യദുവിൻ്റെ സസ്പെൻഷൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ പോലീസ് വിമുഖത കാട്ടുകയും യദുവിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിലേക്ക് തിരികെ എടുക്കാൻ KSRTC മാനേജ്മെന്റ് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രത്യേകിച്ച് TDF അടക്കം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ പ്രധാന കവാടത്തിലേക്ക് അത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വരും ദിവസങ്ങളിലും അത് ശക്തമായി തന്നെ തുടരും. ഈ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും. ടോം, തീർച്ചയായും KSRTC ജീവനക്കാരുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? കാരണം നമുക്കറിയാം
അവർക്ക് പലപ്പോഴും ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. ശമ്പളം പോലും ലഭിക്കാതെയാണ് ഇവർ തൊഴിലെടുക്കുന്നത്. അവിടെയും അവരുടെ ഈ ജീവനക്കാരുടെ KSRTC ജീവനക്കാരുടെ മനോവീര്യം പോലും തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് മാനേജ്മെന്റ് പോലും സ്വീകരിച്ചത്. അതായത് ഇത്തരം ഒരു സംഭവം, ഈ വിവാദത്തിന് പിന്നാലെ ഡ്രൈവർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നു, സസ്പെൻഷൻ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ KSRTC ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട് എന്താണ് ഡാൻ? ടോം, TDF ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന്റെ നേതാവ് കൂടിയായ വിൻസെന്റ് MLA രൂക്ഷമായ ഭാഷയിലാണ് ഈ സംഭവത്തെ വിമർശിച്ചിരിക്കുന്നത്. ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും നീതിപൂർവമായ ഇടപെടൽ തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഏകപക്ഷീയമായി ഡ്രൈവർമാരെയും മറ്റ് ജീവനക്കാരെയും ഏകപക്ഷീയമായി ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന നിലപാടിലാണ് TDF ഉൾപ്പെടെയുള്ള ഈ ജീവനക്കാരുടെ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ജോലിയിലുള്ള ജീവനക്കാർക്ക് വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് ഒരു പക്ഷേ പരിമിതികൾ കാണും. അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് ജീവനക്കാർ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ അവർ ഈ സംഘടനകൾ മുഖേന സംഘടനകളുടെ ഭാരവാഹികൾ അറിയിക്കുന്ന നിലപാട് എന്നതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് മറ്റ് ജീവനക്കാരൊന്നും രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, യദു ഓടിച്ചിരുന്ന വാഹനത്തിലെ യാത്രക്കാർ ആരും തന്നെ യദുവിനെതിരായി പരാതി നൽകിയിട്ടില്ല. അത് തന്നെയാണ് കൃത്യമായി ഈ യുവജന സംഘടനകളും പ്രതിപക്ഷമൊക്കെ ഉയർത്തിക്കാണിക്കുന്ന കാര്യം. സ്വാഭാവികമായി ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിനെയും പ്രതിരോധത്തിലാക്കുന്ന കാര്യവും അതുതന്നെയാണ്. സ്വാഭാവികമായി ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സച്ചിൻ ദേവിനെതിരെയും ആര്യ രാജേന്ദ്രനെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി ഇവർ രംഗത്തെത്തുന്നതും. ടോം, ഡാൻ, ഈ രീതിയിൽ അതായത് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പരാതിയും ഡ്രൈവർക്കെതിരെ ഇല്ല. പക്ഷേ പുതിയ കഥകൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചൊരു ലഹരി വസ്തു പുറത്തേക്ക് കളയുന്നതായി കണ്ടു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഡ്രൈവർ മദ്യപിച്ചൊരു സ്ത്രീയോട് മോശമായി പെരുമാറി. ഇതൊക്കെ ഈ മേയറെയും MLAയും അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് അവർ സൃഷ്ടിച്ചെടുക്കുന്ന കഥകളാണോ, അതോ ഈ ഡ്രൈവറുടെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യദുവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. യദു അതിന് നൽകുന്ന വിശദീകരണം, ഈ വാഹനത്തിന്റെ പിൻസീറ്റിൽ മറ്റും യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ ഇത്തരത്തിൽ ഈ ലഘുഭക്ഷണങ്ങൾ, കടല ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അതിന്റെ പ്ലാസ്റ്റിക് കവറുകൾ മറ്റും വാഹനം ഓടുന്നതിനിടയിൽ കാറ്റടിച്ച് മുമ്പിലേക്ക് വരാറുണ്ട്. അത് താനിരിക്കുന്ന സീറ്റിന്റെ സമീപത്ത് കൂട്ടിയിട്ട് പിന്നീട് മാലിന്യങ്ങൾ കളയുന്ന സ്ഥലത്തേക്ക് എടുത്ത് കളയുന്ന ഒരു പതിവാണുള്ളത്. അത്തരത്തിൽ അത് നീക്കാനുള്ള ശ്രമം മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അത്തരത്തിൽ യാതൊരു തരത്തിൽ മദ്യം ഉപയോഗിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലി തനിക്കില്ല എന്നാണ് യദു വ്യക്തമാക്കിയിരിക്കുന്നത്. വൈദ്യപരിശോധനയിലും യദു അത്തരത്തിൽ മദ്യപിച്ചിരുന്നതായി എന്ന് യാതൊരു തരത്തിലുള്ള കണ്ടെത്തലുകളും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി അതിനും അപ്പുറത്തേക്ക് ആര്യ രാജേന്ദ്രനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഇടത് കേന്ദ്രങ്ങൾ അത്തരത്തിലൊരു കഥ മെനഞ്ഞുണ്ടാക്കുകയാണ് എന്ന പരാതിയാണ്, ആക്ഷേപമാണ് മറ്റ് യുവജന സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ വിശദമായ നടപടി സ്വീകരിക്കാൻ, അതായത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായാൽ പ്രതിഷേധം വരും ദിവസങ്ങളിലും കടുപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. പക്ഷെ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ ഡാൻ? നമുക്കറിയാം സർക്കാർ പ്രതിരോധത്തിലായ, ആരോഗ്യവകുപ്പൊക്കെ പ്രതിരോധത്തിലായ പല കേസുകളും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ്, കോഴിക്കോട്ടെ ശസ്ത്രക്രിയ വിവാദം, ഈ വിഷയത്തിലൊന്നും ഇരയ്ക്കൊപ്പമായിരുന്നില്ല നമ്മുടെ അധികാരികൾ, ഭരണകൂടം നിലപാട് സ്വീകരിച്ചത്. അവിടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു. ഇവിടെയും ഈ ഡ്രൈവർ യദുവിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കുക, ഒരു വശത്ത് അധികാര കേന്ദ്രത്തിലുള്ള മേയറെയും MLAയും സംരക്ഷിക്കുന്ന സമീപനം, ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പോലീസ് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ, സമീപനം തുടരുമ്പോൾ ശക്തമായ പ്രതിഷേധ നടപടിയുമായി പ്രതിപക്ഷ സംഘടനകൾ വരും ദിവസങ്ങളിൽ വീണ്ടും തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ മേയർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരു പരിധിവരെയെങ്കിലും മേയറുടെ ഭാഗത്തും മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിൻ്റെ ഭാഗത്തും അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ മാറും.
അത് പ്രതിപക്ഷം വലിയ തരത്തിൽ ഒരു പ്രചാരണായുധമാക്കി മാറ്റും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം വളരെ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം പോലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേയറാകാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആര്യയോട് വ്യക്തിപരമായി അക്കാര്യത്തിൽ ഒരു ആക്ഷേപം ഉള്ളവർ തന്നെ, അതായത് ആര്യ മേയറായതിൽ ആക്ഷേപമുള്ളവർ തന്നെ ഇതിന് പിന്നിൽ ആര്യക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരു വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട്. സ്വാഭാവികമായി ആര്യയെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നുമൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ, കൃത്യമായ പ്രതികരണങ്ങൾ, അതെല്ലാം ആര്യയെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്. ഈ യദുവിൻ്റെ ഭാഗത്തു നിന്ന് മോശം ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അമർഷത്തോടെ സംസാരിക്കേണ്ട സാഹചര്യം മേയർക്കും ഉണ്ടായത് എന്നാണ് അവർ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തടിച്ചൊരു നടപടി. അത് മേയർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്ന തരത്തിലേക്ക് പെട്ടെന്ന് പോകുന്നതിന് പരിമിതിയുണ്ട്. അവിടെ വിശദമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വസ്തുത ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നതിന് പിന്നിലെ സാഹചര്യവും അതുതന്നെയാണ്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഈ വിഷയത്തിൽ പക്ഷാപരമായിട്ടല്ല നടപടി സ്വീകരിക്കേണ്ടത്. ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത്, അത് ഡ്രൈവറുടെ ഭാഗത്താണെങ്കിലും മേയറുടെ ഭാഗത്താണെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.